ഗോപിയാശാനെന്ത് ഇവിടെ? ഇല്ല, പോവാ. അല്ല, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കണ്ടുകൊണ്ട് ചോദിച്ചതാ. സെക്രട്ടേറിയറ്റിലൊരു കാര്യം ഉണ്ടായിരുന്നു, നടന്നില്ല. തിരിച്ചു പോവാ. ആശാനൊരു ചായ കുടിക്കുന്നു. വരൂ. ആശാനെ സൂക്ഷിച്ച്. ആശാന്റെ എന്ത് കാര്യമാണ് സെക്രട്ടേറിയറ്റില്? മകന്റെ പേരില് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു. മകൻ എന്ത് പറ്റി? മരിച്ചു. എങ്ങനെ? കൊന്നു. ആര്? പോലീസുകാര്. പോലീസിനെ പേടിച്ചവൻ പുഴയെ ചാടി. അവരവനെ കല്ലെറിഞ്ഞു കൊന്നു. അവന് നീന്തറിയില്ല എന്ന് പോലീസുകാർക്ക് അറിയില്ലായിരുന്നു. എന്നിട്ടിപ്പോ മുഖ്യമന്ത്രി 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞു. മാസം 2 ഇന്നിപ്പോ എന്ത് പറഞ്ഞു? മുഖ്യമന്ത്രി സ്ഥലത്തില്ല, അടുത്ത ആഴ്ച വരാൻ. ബസ് വന്നു. കിഴക്കേക്കോട്ട വരെ ഞാനുണ്ട്. ആശാന്റെ ടിക്കറ്റ് ഞാനെടുത്തു. ഞാൻ കിഴക്കേക്കോട്ട ഇറങ്ങും. നമ്മുടെ പുഷ്പാങ്കതൻ ഗൾഫിൽ ആശാനെ. ഏത് പുഷ്പാങ്കതൻ? പുഷ്പാങ്കതൻ ആശാൻ മറന്നോ? ഞങ്ങൾ ഒരുമിച്ചല്ലേ എന്നും ക്ലാസ്സിൽ വൈകി വരാറ്. ഓർമ്മയില്ല. എന്നേതായാലും മറന്നിട്ടുണ്ടാവില്ല അല്ലേ? ഓർമ്മയില്ല. കൊഴണ്ടോ? സെക്രട്ടേറിയറ്റിൽ പോയ കാര്യങ്ങൾ വല്ലതും നടന്ന?
മുഖ്യമന്ത്രി സ്ഥലത്തില്ല. എന്തൊരു പറയാ, മുഖ്യമന്ത്രി സ്ഥലത്തില്ലടേ. മുഖ്യമന്ത്രി ഏതായാലും സ്ഥലത്തില്ലാതിരിക്കോ? മുഖ്യമന്ത്രി സ്ഥലത്തില്ല. ഗോപിയാശാനെ, ഗോപിയാശാനെ. ആശാനെ, ലീവ് കഴിഞ്ഞു. നേരെ ബോർഡറിലേക്കാ? നേരെ ബോർഡറിലേക്ക് തന്നെയാണോന്ന്? ഇപ്പൊ കണ്ണൂരുക്ക, അവിടെ 2 ആഴ്ച നിന്ന് ഫുൾ ബറ്റാലിയനോടെ ബോർഡറിലേക്ക്. എന്നാ ഞാനങ്ങോട്ട്. പോട്ടെ. ഇനി എപ്പോഴാ വരുന്നേ? അടുത്ത കൊല്ലം ഇതേ മാസം. അപ്പോ നമ്മുടെ കല്യാണം. സോറി. സതീശൻ വരുന്ന വയ്യാന്ന്. ഓ, നീ വീട്ടിൽ പോന്നില്ലേ? എപ്പോഴായിരുന്നു അടക്കം? 2 ദിവസം നിനക്ക് വേണ്ടി കാത്തു. ഞാൻ വന്നില്ല, വരാൻ തോന്നിയിട്ടില്ല. അമ്മ ശരിക്കും ബോധത്തിലാന്ന് പറഞ്ഞൂടാ.
എന്തൊക്കെയോ പറയുന്നുണ്ട്. കരയും ചിരിക്കുകയും. ഓന്റെ ശരീരം ഓ, നോക്കാൻ കഴിയില്ല. ഒരു കണക്കിന് നീ വരാഞ്ഞത് നന്നായി. എന്നാടോ ഇത്? എന്തിനാട്ടാ, എന്തിനാ ഓൻ? ഞാൻ എന്ത് പറയാനാന്നടോ? ഓരോ തലതിരിഞ്ഞ വിശ്വാസങ്ങള്. ആ പ്രേമനൊക്കെ ഇല്ലേ ഇവിടെ? പിന്നെ അവരില്ലാണ്ട് ഇനി എന്താ ഓരോ പരിപാടി? അപ്പുറത്തൊരുത്തിനെ തട്ടണ്ടേ? പകരം ചെയ്യണ്ടേ? ഇതിപ്പോ എത്രയായി? 4 അതോ 3? അപ്പുറത്ത് 4, ഇപ്പുറത്ത് 3. ഗീതേ, സതീഷ, ഓ എന്റെ മോനെ, എനിക്കത് കാണേണ്ടി വന്നിട്ടില്ല. ഞാൻ അപ്പൊ പുറത്തു പോയിട്ടുള്ള സന്ധ്യക്ക് അമ്മേന്റെ മുമ്പിൽ വെച്ച് നമ്മളപ്പൂ മോളെ നീ മാറിയേക്ക്. ഓൻ പോയി അമ്മയെ കാണട്ടെ. അമ്മ അകത്തുണ്ട്. അമ്മേനെ നേരിട്ട് കണ്ടതല്ലേ, അതിന്റെ ഒരു എല്ലാ വിഷയവും ഒരുപോലെ ശ്രദ്ധിക്കുന്നില്ലേ? ഉത്തരം പറ കുട്ടി. ഉണ്ടമ്മ. ശ്രദ്ധിക്കുക, അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇയാളോ? അമ്മക്ക് തീരെ വയ്യ. പിന്നെയും തെറ്റിച്ചു. കുട്ടി, അമ്മയ്ക്ക് തീരെ വയ്യ. അങ്ങനെ പറ. തീരെയിലാണ് ഊന്നൽ. മനസ്സിലായ? ഇന്നത്തെ ആർക്കും പണിയെടുക്കാനുള്ള ഭാവമൊന്നും ഇല്ലേ? നിർമ്മലെ മുതലാളി വിളിക്കുന്നു. ആ നിർമ്മല, ഇരിക്കൂ. യഥാർത്ഥത്തിൽ എന്നതാ നടന്നത്? 2 ആഴ്ച മുമ്പ് ഓൻ്റെ കുറെ ഫ്രണ്ട്സ് കൂടി ഓരോരു ചെക്കനെ റോട്ടുമിലിട്ട് വെട്ടിക്കൊന്നിന്. അതിൽ ഇവൻ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷെ ഇവൻ ഉണ്ടായിനെന്ന് പറഞ്ഞിട്ടാ.
അമ്മ ഇപ്പോ അമ്മക്ക് തീരെ സ്വബോധമില്ല. എപ്പോ സ്കൂളിലാണ് അമ്മന്റെ വിചാരം. എനിക്ക് ആ കുട്ടിയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാനായില്ല. ഇപ്പോഴും അവളുടെ മുഖം എന്റെ മുന്നിലുണ്ട്. ആ മുഖത്തിന്റെ ദൈന്യത ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങ് കണ്ണൂരിൽ നിന്നും ഇവിടം വരെ വന്ന് ജോലി ചെയ്ത് അനിയനെ പഠിപ്പിച്ചിരുന്നതാണ് ആ പെൺകുട്ടി. ആ അനിയനെ ഇങ്ങനെ ഒരു ന്യായവുമില്ലാതെ കുറെ പേർ ചേർന്ന് വെട്ടിയും കുത്തിയും കൊല്ലുക, അതും സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച്. അവരൊരു റിട്ടയേർഡ് സ്കൂൾ ടീച്ചറാണ്. അവരിപ്പോ സ്വബോധത്തിലല്ല. ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്തു തന്നെയായാലും അപലപനീയമാണ്. അപ്പോ ആ വൃത്തിയുടെ ജന്മിക്ക് ആ പെങ്കൊച്ചിനെ വേണം. ആ കൊച്ചു പലതവണ അയാളുടെ പിടിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഒടുവിൽ അയാൾ വൈരാഗ്യ ബുദ്ധിയോടെ അവളെ പിടിച്ച് ജീവനോടെ കുഴിച്ചു മൂടി. എന്റെ ഈശോയെ, ചാവാൻ നേരത്തെ അവസാന ശ്വാസത്തില് അവൾ അയാളെ കടിച്ചു. മരിക്കുന്നത് വരെ അയാളുടെ കാലുമേല് വ്രണം വന്ന് പടുത്തിരുന്നു. 1948 ചേർത്തലയിൽ നടന്നതായി സംഭവം. മഹാഭാവികള്. എന്നാലും എന്റെ കൊച്ചെ, നീ ഇതൊക്കെ എവിടുന്നാ തപ്പിപ്പിടിച്ച് വായിക്കുന്നേ? വല്യപ്പച്ചന്റെ പുസ്തകാലമാരേന്നാ അമ്മച്ചി. എന്റെ കർത്താവേ, അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങളല്ലയോ? നിന്റെ അപ്പച്ചനെ അറിഞ്ഞാ കൊല്ലും. പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ട് ഇറങ്ങി പാടി. ഇന്നലെ നീ എവിടെ ആയിരുന്നടി? നിനക്കെന്താ നാക്കില്ലയോ? ഇന്നലെ നീ എവിടെ ആയിരുന്നെന്ന് പറയടി. കോളേജില്. ഏറണം കേട്ടവളെ. സെക്സ് വർക്കേഴ്സിന്റെ സംസ്ഥാന കൺവെൻഷൻ കാണാനല്ലോടി നീ ഇന്നലെ പോയത് അല്ലയോ? എന്റെ ഈശോയെ, ആ കുഴിക്കണ്ടത്തി പാപ്പച്ചനോട് പറഞ്ഞതല്ലയോ? ഹായ് മമ്മി, ദേ പാപ്പ ടിവിയില്. എനിക്ക് ആ കുട്ടിയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാനായില്ല. ഇപ്പോഴും അവളുടെ മുഖം എന്റെ മുന്നിലുണ്ട്. മോൻസി വോളിയം കൂട്ട്. ആ മുഖത്തിന്റെ ദൈന്യത ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങ് കണ്ണൂരിൽ നിന്നും ഇവിടം വരെ വന്ന് ജോലി ചെയ്ത് അനിയനെ പഠിപ്പിച്ചിരുന്നതാണ് ആ പെൺകുട്ടി. ആ അനിയനെ ഇങ്ങനെ ഒരു ന്യായവുമില്ലാതെ കുറെ പേർ ചേർന്ന് വെട്ടിയും കുത്തിയും ശ്രീ ജോൺ വർക്കിയെ കൂടാതെ സാംസ്കാരിക വേദി പ്രവർത്തകരായ ജോസഫ് തിട്ടയിൽ, പ്രമോദ് കുമാർ, KV രുക്മാംഗതൻ എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ ശ്രീ M A റഹ്മാന്റെ കുമരനെല്ലൂരിലെ കുളങ്ങൾ ഹലോ ഫൂസിയ. ചില ഭാഗങ്ങൾ നാട്ടിൽ നിന്ന് എത്തി. ഞാനിന്ന് രാവിലെ എത്തി. ഹൗ തിങ്സ് അറ്റ് ഹോം? ഇപ്പൊ ഒരു നോർമലായി. എന്നാലും അമ്മ കിടന്ന കിടപ്പ് തന്നെയാണ്. ഇവിടുന്നിപ്പോ എനിക്ക് ചുറ്റും നോക്കിയാൽ കാണുന്നത് ഈ കാടുകൾ മാത്രം. ഇത്തിരി സ്ഥലത്ത് മണലും വെള്ളം വളരെ അപൂർവം. ഈ സ്ഥലം തന്നെ ഇതിന് കൂട്ടക്കടവ് എന്നാണ്. ഈ അമരം ബാലമേശ്ശേരി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ കൂട്ടക്കടവ്. സോ നാളെ രാവിലെ 8 മണിക്ക് സ്റ്റുഡിയോയുടെ മുമ്പിൽ കാണാം. ഞാനൊരു 7:30 ആവുമ്പോ എത്താം. ഇതൊരു വലിയ റെഫറൻസ് പുസ്തകം. ബൈ. വെള്ളില് 2 വെള്ളപ്പൊക്കമെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരണുണ്ടല്ലോ. നല്ല വെള്ളമാകുമ്പോൾ മിസ്റ്റർ രാഹുൽ, പിടിക്കുന്ന ആളുകൾ ഇന്നാൾ ഞാൻ കണ്ണൂർ പോയില്ലേ ആ പൊളിറ്റിക്കൽ മർഡർ കവർ ചെയ്യാൻ? ഒരല കണ്ട് അന്ന് കൊല ചെയ്യപ്പെട്ടത് ഇയാളുടെ അനുജന. ഓ, അന്ന് വാസ്തവത്തിൽ ഇയാൾ എന്നെ രക്ഷിച്ചത്. ആളുകൾ പെട്ടെന്ന് വയലന്റായി. മുസ്ലിം പെണ്ണ് ഞങ്ങളോട് അനുകമ്പ കാണിക്കേണ്ടെന്നായിരുന്നു ആർഗ്യുമെന്റ്. ഈ പാവ മനുഷ്യൻ എന്നെ എങ്ങനെയോ ആ ഓബി വാന്റെ അടുക്കലെത്തിച്ചു. ഇയാളെന്താ ഇപ്പൊ പിന്നെ ഇവിടെ? ഞാൻ അയാളെ വിളിപ്പിച്ചതാ പെണ്ണെ. നമ്മൾ നാളെ കാഷ്യൂ ഫാക്ടറിയിലെ നിർമ്മല എന്ന പെൺകുട്ടിയെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവളുടെ അനിയനും കണ്ണൂർ രാഷ്ട്രീയത്തിൽ കൊല്ലപ്പെട്ടതാ. അത് മറ്റേ പാർട്ടിയാണെന്ന് മാത്രം. ഇവരെ രണ്ടാളെയും പരസ്പരം പരിചയപ്പെടുത്താലോ. കാര്യമൊക്കെ ശരി, പക്ഷെ ഇയാള് നിന്നോട് ഏതാണ്ടൊരു ലൈൻ ഉണ്ടോ എന്നൊരു സംശയം. സംശയമല്ല, ഉണ്ട്. എടി, ലൈൻ തന്നെയാ.
അപ്പൊ നീ മാരീഡ് ആണെന്ന് അറിയില്ലേ? അമ്പടി. പക്ഷെ അയാള് പറയണൊക്കെ എങ്ങനെയാ നീ കേട്ടോണ്ട് നിൽക്കണേ? ആര് കേൾക്കുന്നു? എനിക്ക് ആവശ്യമുള്ള കാര്യം കഴിഞ്ഞ് അയാളെ റൊമാൻറ്റിക് ആകുമ്പോഴേക്കും ഞാൻ അയാളെ ഫാസ്റ്റ് അടിക്കും. എന്ന് വെച്ചാ എങ്ങനെയാണെന്നോ? എങ്കിൽ സോ നാളെ രാവിലെ സ്റ്റുഡിയോയുടെ മുമ്പിൽ 8 മണിക്ക് കാണാം. ഞാനൊരു 7:30 എത്താം. ബൈ. ബൈ. ഇതാണ് പരിപാടി. വെറുതെ അല്ല മോളെ ചാനലിന് പണിയെടുക്കുന്നത്. നീ ഭയങ്കരയാ. എനിക്കിപ്പോ ഒരു സംശയം, ഞാൻ ഏത് സ്പീഡിലാ നിന്നോട് സംസാരിച്ചോണ്ടിരിക്കണേ? നീ എപ്പോഴും സ്ലോ മോഷനിലല്ലേ? നിന്റെ അഷ്റഫ് ഖാന്റെ വിവരമൊന്നുമില്ലേ? കൊച്ചി നഗരത്തിൽ 2 ദിവസമായി ഫോൺ ചെയ്തിട്ട്. സമ്മാനം. വാട്ട് എവർ ഹാപ്പൻ ടു ഡിജിറ്റൽ ക്യാമറ? ഓ, അവസാന തീയതി ഇക്ക പ്രോമിസ് ചെയ്തിട്ട് 4 മാസമായി. ഒരു അനക്കമില്ല. Come on. Get in. യെസ്. ഫൗസിയ? ഒന്നുമില്ല. ഇന്റർവ്യൂ കഴിഞ്ഞു. ആ കുട്ടിയോട് പൊയ്ക്കോളാൻ പറയൂ. ഇന്റർവ്യൂ കഴിഞ്ഞു, നിർമ്മല പൊയ്ക്കോളൂ. ഇന്റർവ്യൂ കഴിഞ്ഞു. ഞങ്ങൾ ഇനി ജനറലായിട്ട് ഫാക്ടറിയുടെ അകത്തൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ. ഓ അതിനെന്നാ. ആ റോയിച്ച സർ, ഇവർക്ക് എല്ലായിടും ഒന്ന് കാണിച്ചു കൊടുക്കും. യെസ് സർ. ഓക്കെ സർ, താങ്ക് യു. വരൂ. ശരി മാഡം, ഇത് ഷെല്ലിംഗ് സെക്ഷനാണ്. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വെച്ച് ഉണക്കാൻ വേണ്ടി ചേംബറിലേക്ക് കൊണ്ടുപോകും.
ഷർമിള, ഇതൊന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ആ പ്രോസസ് കൂടി കവർ ചെയ്യാം. ഓക്കെ, ക്യാരി ഓൺ. നിർത്തിക്കോ. ഷർമിള, ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് ഒരു പാൻ ഷോട്ട് എടുത്തിട്ട് അവിടെ, പിന്നെ അതിന്റെ ഹൈ ആംഗിളിൽ നിന്നൊരു ഷോട്ട് വേണം. ഓക്കെ. ഷർമിള, ദാറ്റ്സ് ഓൾ. ഓക്കെ. നിർമ്മലയെ രാഹുലിന് പരിചയപ്പെടുത്തുന്നത് വേണ്ടാന്ന് വെച്ചു. എനിക്കെന്തോ അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഒരു കണക്കിന് അത് ശരിയാണ്. ആ കുട്ടീനെ പരിചയപ്പെട്ടിട്ട് ഞാനിപ്പോ എന്താക്കാനാന്ന്? ഹലോ അഷ്റഫ് ക, ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. അള്ളാണേ, ഈ കാക്കിന് വിശ്വാസമില്ലേ? അതല്ലേക്ക, എന്റെ ഡിജിറ്റൽ ക്യാമറയുടെ കാര്യം എന്തായി? അഷ്റഫ് ക, ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. ഞാൻ ഏത് അതിർവരുമ്പോ ലംഘിച്ചെന്ന ഇക്ക പറയുന്നേ? ഓ അത് ശരി, ഞാൻ ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ഷൂട്ട് ചെയ്യുന്നെന്ന് ഇക്കയുടെ വാപ്പയാണോ നിശ്ചയിക്കുന്നത്? കളിയാക്കിയതല്ല, അല്പം കാര്യം പറഞ്ഞു തന്നെ. ആരായിരുന്നു ഫോണില്? മുഹമ്മദ് അഷ്റഫ്, എന്റെ ഭർത്താവ്. ഫൗസിയ? ഫൗസിയ മാരീഡ് ആണോ? മാരീഡ് ആവാതെ പിന്നെ ഭർത്താവ് ഉണ്ടാവോ? നിർമ്മലേ, നിർമ്മല എനക്കറിയാം, ഞാനും കണ്ണൂരാന്ന്. പിടിയാടാ. എപ്പോഴാ നീ നാട്ടിൽ നിന്ന് വന്നേ? ഞാൻ വന്നിട്ട് 2 ദിവസമായി. നിന്നെ ഇങ്ങോട്ട് കണ്ടതേ ഇല്ല. എനക്ക് എവിടെയും പോവാൻ തോന്നിയിട്ടില്ല. പണി കഴിഞ്ഞ് മുറിയിൽ തന്നെ ഇരുന്നു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? വേണ്ടടാ, ശരിയായില്ല. അമ്മക്ക് തീരെ ബോധമില്ല. വേറെ ഏതോ ലോകത്താണ്. ആന്റി, ഞങ്ങളിപ്പോ വീട്ടിലേക്കില്ല. എങ്ങോട്ട് പോവാടാ? ഫുട്ബോൾ കളിക്കാൻ. നിർമ്മലയ്ക്ക് അറിയത്തില്ലയോ? ഇവർ രണ്ടുപേരും വലിയ ഫുട്ബോൾ കളിക്കാരാ. പഠിക്കാൻ മാത്രം കൊള്ളത്തില്ലെന്നേ ഉള്ളൂ. ആന്റിയെ ചുമ്മാ പറയാ, ഞാൻ 8ാം റാങ്കാ. ഇവനോ? 38. കണ്ടോ, 38ാമത് റാങ്ക്. 40 പേരുള്ള ക്ലാസ്സിലെ. ഈ ചേച്ചിയോട് പറഞ്ഞേ, ഫുട്ബോൾ നിങ്ങൾ ഏതൊക്കെ പൊസിഷനിലാന്ന്? ഞാൻ ഡിഫൻഡറാ. മോനോ? ഫോർവേഡ്. ഫോർവേഡ്. ആ എടാ ഡിഫൻഡറെ, അധികം വൈകരുത്. ഒടുക്ക ഇച്ചേനെ എന്നെ വഴക്കു പറയാ.
നിർമ്മലേ, അനിയന്റെ കാര്യം ഇവിടെ പറഞ്ഞായിരുന്നു. എന്നാ ചെയ്യാനാ ചേച്ചി? ഇവക്ക് കുടിക്കാൻ എന്നതേലും കൊടുക്ക്. ആ, ഇപ്പൊ കൊണ്ടുവരാം. നീ ഇരിക്കെ, ഞാനിപ്പോ വരാം. ഇരിക്കേ. മനസ്സിനൊരു സുഖമില്ല അനി. നിർമ്മലേ, നീ ഇങ്ങനെ ദുഃഖിച്ചോണ്ടിരുന്ന ശരിയാകത്തില്ല കേട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലോ ആ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം. നീ അവിടെ പോയി ചേര്. പണി കഴിഞ്ഞ് ഈവനിങ് കോഴ്സിന് പോയാ പോരായോ? നീ എന്തെങ്കിലും ചെയ്യണം നിർമ്മലേ. ജീവിതത്തിന് എന്നതേലും ഒരു ലക്ഷ്യം വേണ്ടായോ? എനിക്കത് പറയാം. നിനക്ക് കാര്യമായ ലക്ഷ്യമുണ്ട്. എനിക്ക് എന്നെ പറ്റി തന്നെ ഒന്നും അറിഞ്ഞൂടാ. പോയിട്ടേരാ. നിർമ്മല പോയോ? ആ, ഇച്ചായൻ എന്തി? ദാണ്ടേ ആ തിണ്ണയിലിരിപ്പുണ്ട്. എന്നാ എടുക്കുക? നോട്ടീസ് വന്നു. എന്നാത്തിന്റെ? കുടിയിറക്കിന്റെ. ഇനിയിപ്പോ എന്നാ ചെയ്യും? എനിക്കറിയത്തില്ല മോളെ. ഇച്ചായന്റെ ആ ഇരിപ്പ് ഭാവം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഇച്ചായ, എന്നാ മോളെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? കുടിയിറക്ക് നോട്ടീസ് വന്നില്ല. അതൊന്നും സാരമില്ല. മോള് പോയി വല്ലതും കഴിക്കാൻ നോക്ക്. ചെല്. കടബാധ്യത മൂലം സംസ്ഥാനത്ത് ഇന്ന് ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്തു. ഇടുക്കി ജില്ലയിലെ ചെറുതോണി സ്വദേശി ജോസഫ് സെബാസ്റ്റ്യനാണ് ആത്മഹത്യ ചെയ്തത്. 46 വയസ്സായിരുന്നു. ഇതോടെ ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ജീവനൊടുക്കിയ കർഷകരുടെ എണ്ണം 142ആയി. ഇനി ഒരിടവേള. വണ്ടർ ജുവലേഴ്സ് 3 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ഒന്നിച്ചു വാങ്ങുമ്പോൾ പണിക്കൂലി സൗജന്യം. വിശ്വസ്തതയുടെ പര്യായമായ വണ്ടർ ജുവലേഴ്സിൽ. വണ്ടർ ജുവലേഴ്സ്, എറണാകുളം, തൃശൂർ, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. വയനാട്ടിൽ ഇന്ന് 2 കർഷകർ കൂടി ആത്മഹത്യ ചെയ്തതായി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 144ആയി. എന്നാ മോളെ, എന്നാ മോളെ? ഇച്ചായ, എന്തു വന്നാലും ഇച്ചായൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഇച്ചായ, ഉറപ്പായിട്ട് ഇച്ചായൻ ചെയ്യാൻ പാടില്ല. ഉറപ്പതാ. അയ്യോ, എന്നതാ മോളെ ഈ പറയുന്നേ? ഞാൻ നിങ്ങളെ ഒന്നും വിട്ടേച്ചു ഒരിടത്തും പോകത്തില്ല. എന്റെ ഈശോ, ഞാൻ ഇനി ഇച്ചായനെ വിട്ട് എങ്ങും പോകത്തില്ല. പ്രാക്ടീസിന് പോലും പോകത്തില്ല. അയ്യോ, പ്രാക്ടീസിനൊന്നും പോകാതെ ഇരിക്കരുത് മോളെ. മോൾ ഒരു ചാമ്പ്യൻ ആവുന്നത് ഇച്ചായനെ കാണണ്ടേ? ചെല്, മോള് പോയി കിടക്ക്. മോള് വാ. നമ്മുടെ പറമ്പൊക്കെ നശിച്ചു അല്ലേ ചായ? എന്നാ പറയാനാ മോളെ, എല്ലാം നശിച്ചു. നീ വാ,
നിനക്ക് നല്ലൊരു കവുങ്ങുതോപ്പ് കാണിച്ചു തരാം. നമ്മുടെ പുലിക്കുന്നേൽ ഇത്താക്കച്ചായന്റെ വാ. ഓ, എന്നാ ഭംഗിയായി തോപ്പൊക്കെ. എങ്ങനെയാ ഇതൊക്കെ സാധിക്കുന്നേ? മണ്ണ്, വളം, ഭാഗ്യം. Oh, this must be a happy Malayali farmer couple. What? I said a happy Malayali farmer couple. That's right. Sir, this way. Wow. Yeah. അതെ സാഹിബ്മാരെ ഒന്ന് നിൽക്കണേ, മതമാരെ ഒന്ന് നിൽക്കണേ. അതെ, ആദിവാസികളുടെ ജീവിതം ഇപ്പൊ പഴയതുപോലെ നല്ല സാർ. കാഴ്ചകൾ മാറി, ചിത്രങ്ങൾ മാറി. ഏത് നമ്മൾ കരുതും ആദിവാസികൾ അവരുടെ സംസ്കാരം വിട്ട് നമ്മുടെ കൂടെ വരാൻ തയ്യാറാണെന്ന്. പക്ഷെ സത്യമല്ല സാർ. ഇപ്പോഴും എത്രയോ ആദിവാസികൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ കൂട്ടാക്കാതെ അവരുടെ ആചാരങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നുണ്ടെന്ന് അറിയാം സാർ. ആക്ച്വലി ഹി വാസ് ട്രൈയിങ്. ഫൗസിയ വന്നിട്ടുണ്ട്. ഫൗസിയോ? നീ എപ്പ എത്തി? രാവിലെ. നീ ഇപ്പൊ ഇവിടെ എങ്ങനെ വന്ന് നിന്നു അറിഞ്ഞാൽ തന്നെ നിന്റെ കെട്ടിയോന്റെ വാപ്പയ്ക്ക് ഹാളുള്ളത്. പിന്നെ അയാളുടെ വായിരിക്കുന്നോട് ഞാൻ കേൾക്കേണ്ടി വരും. ചേട്ടാ, ഇത് എന്തൊരു പാട്. എനിക്ക് എന്റെ വാപ്പാനെ കാണാൻ വന്നൂടെ? ഞങ്ങളുടെ ഓബിവാനോട് അടുത്ത് വന്നപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് എന്റെ ഇക്ക. നിങ്ങൾ എന്തൊരു മനുഷ്യനാ. ഈ പെണ്ണ് ഒരു നേരം ആഹാരം കഴിച്ചിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് പോണേനാ ഈ വഴക്കൊക്കെ ഉണ്ടാക്കണേ. അത് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. മഹാവൃത്തികെട്ടവനാ ഇവളുടെ അഷ്റഫിന്റെ വാപ്പ. ഇവൾ ഈ ചാനലിൽ ജോലി ചെയ്യുന്നൊന്നും അയാൾക്ക് ഇഷ്ടമല്ല. പിന്നെ അയാളുടെ ഇഷ്ടം നോക്കിയല്ലേ ഞാൻ ജീവിക്കുന്നത്. എടി, അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഒന്നും മിണ്ടാണ്ടിരിക്ക. നിയമങ്ങള് ഐ വാപ്പക്കറിയാ. നീ എവിടെയായിരുന്നു? കളിക്കാൻ പോയി. ഈ പൊടിയനെ ഒന്ന് കാണാൻ വേണ്ടിയാ വാസ്തവത്തിൽ ഞാനിവിടെ വന്നത്. പോ. ഇന്ന് എന്തരായി ഗോപിയണ്ണ? ട്രഷറി പൂട്ടി. ഓ, ട്രഷറി പൂട്ടിയടേ. ട്രഷറി പൂട്ടിയാ പിന്നെ എപ്പോഴെങ്കിലും തുറക്കാതിരിക്കോ? ട്രഷറി പൂട്ടി. സതിയുടെ കത്തുണ്ട്, അവക്കവിടെ സുഖാണെന്ന്. അവിടെ പേടിയൊക്കെ മാറിയോ? കൂടെ താമസിക്കണവരൊക്കെ നല്ല കുട്ടികളാണ്. ജോലിയും വിഷമമൊന്നുമില്ല. എന്തൊരു ജോലിയോ എന്തോ. ഇന്ന് ലോഡ് പോകാനുള്ളതാ. അറിയാം. സാവിത്രി, സോർട്ടിംഗ് എല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ സാർ. ഒന്ന് വേഗം തീർക്കാൻ നോക്ക്. ഓ, ഹൈദരാബാദിലേക്ക് പോകാനുള്ളതാ. ശരി സാർ. എന്നതാ സതിക്കൊച്ചേ, താമസമൊക്കെ സുഖാന്നോ? അങ്ങനെ ചിരി ഹാപ്പി ആയിരി, ഹാപ്പി ആയിരി.
സതി, ഒരു കത്തുണ്ട്. പ്രിയപ്പെട്ട സതി, നിനക്ക് സുഖമാണോ? 4 മാസത്തിനുള്ളിൽ എനിക്ക് മിക്കവാറും ലീവ് കിട്ടും. അപ്പൊ ഞാൻ വരും. വന്നാൽ നമ്മുടെ കല്യാണം. അല്ല, ഈ കുട്ടിക്ക് ഇതെന്ത് പറ്റി? അത് എനിക്കൊരു കത്ത് കിട്ടി. അത് വായിച്ചപ്പോ ആരുടെ കത്താന്ന് മനസ്സിലായി. സ്പോർട്സ് കൗൺസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാ, ഒരു സ്പോൺസർഷിപ്പിന്. മര്യാദയ്ക്കൊരു ബൂട്ട് വാങ്ങിക്കാൻ പോലും കാശില്ല. എന്നാ വിലയാ സ്പോർട്സ് ഗുഡ്സിനൊക്കെ. അപ്പൂന് സ്കൂൾ ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ കിട്ടിയപ്പോ ഞാനൊരു ബൂട്ട് വാങ്ങിച്ചു കൊടുത്തിന്. ഓനത് അധികം നാളിടാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. ഒന്ന് തായിക്കോ. കളിൽ കേരളമെങ്ങും ഇടപ്രഭുക്കന്മാരുടെയും നാടുവാഴികളുടെയും ജന്മിമാരുടെയും ദുർഭരണത്തിന് കീഴിലായിരുന്നു. തങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മേൽ ഏത് ക്രൂരതയും അടിച്ചേൽപ്പിക്കാൻ മടിയില്ലാത്തവരായിരുന്നു ആ കാലത്തെ ജന്മിമാർ. നീ എന്നെ എടുക്കുവാടി? ചോദിച്ചു കേട്ടില്ലേ? എന്നെ എടുക്കുവാന്ന്. എന്നതാടി വായിക്കുന്നേ? ഈ മാതിരി ചവറൊക്കെ വായിച്ചു കൂട്ടിയിട്ടാ ചുമ്മാ കിടന്ന് മേടിക്കുന്നേ. പപ്പ ഇനി എന്നാ ടിവിയിൽ വരുന്നേ? നീ പോടെ എടുക്ക.
ആരാ? ഇവിടെ പണിയെടുക്കുന്ന നിർമ്മലേന്റെ ആങ്ങളെന്ന്. ആ, നിർമ്മലയുടെ ചേട്ടനാണല്ലേ? നിർമ്മല കണ്ടില്ലേ? ആള് പോയിട്ടുണ്ട്. എന്നാ വിശേഷിച്ച്? അമ്മക്ക് തീരെ സുഖമില്ല. ഓ, ഇവളെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നാന്ന്. അതിനെന്നാ, കൂട്ടിക്കൊണ്ട് പോയിക്കോ. പേടിക്കാനൊന്നുമില്ല കൊച്ചേ, അമ്മയെ കാണാനൊന്ന് വിളിക്കാൻ വേണ്ടി വന്നതാ. അമ്മക്ക് എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. എന്നാ വൈകിക്കണ്ട, നിർമ്മല പോയിക്കോ. ഈ പീരീഡ് സാമൂഹ്യ പാഠല്ലേ? അതെമ്മേ. കുട്ടികളെല്ലാം എത്തിയിട്ടില്ലേ? എത്തിയമ്മേ. അമ്മേ, എന്താ അത്ര വൈകിയേ? ഇരിക്കൂ. അടുത്തമ്മേ. നിങ്ങളും അപ്പോ 48 ഞാൻ ജനിച്ചെന്ന് പറഞ്ഞല്ലോ. ന്റെ ആദ്യത്തെ തന്നെയാണ് ആനന്ദം മാഷ് നമ്മളെ നാട്ടിൽ LP സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നത്. കേട്ടറിവേയില്ലു. 6-1 6-2 പാർട്ടി നിർദ്ദേശപ്രകാരമാണ് അധ്യാപകനായ അനന്തം മാഷ് നമ്മളെ നാട്ടിലെത്തിയത്. 6-4 കുട്ടികളെ പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല അനന്തം മാഷിന്റെ ജോലി. കർഷക യുവാക്കളിൽ വർഗബോധം വളർത്തുകയും ജന്മിമാരുടെ കിരാത വാഴ്ചക്കെതിരെ സമരം ചെയ്യാൻ അവരെ സന്നദ്ധരാക്കി തീർക്കുകയും കൂടി വേണമായിരുന്നു. 6-8 6-1 6-2 സഖാക്കളെ, നമ്മുടെ പാർട്ടി പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാ. മർദ്ദകർക്കും ചൂഷകർക്കുമെതിരെ പോരാടുന്ന പാർട്ടി. അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ സംഘടിക്കണം. സംഘടിത മുന്നേറ്റത്തിലൂടെ മാത്രമേ... ആരാത്? നമ്മളെ ആരോ ശ്രദ്ധിക്കുന്നുണ്ട്. അധികാരിന്റെ ആളായിരിക്കും. അധികം വൈകാതെ അനന്തം മാഷ് ഞങ്ങളുടെ നാട്ടിലെ സംബന്ധക്കാരനായി. മാഷ് സഖാവ് രാമകൃഷ്ണന്റെ പെങ്ങൾ മീനാക്ഷിയെ വിവാഹം കഴിച്ചു. നമ്മളെ രാഘവന്റെ കാര്യം വലിയ കഷ്ടമാണ്. പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാവുമല്ലേ? പക്ഷെ അതിന് മാത്രം നമ്മളെ സഖാവിന്റെ പേരിൽ എന്നാ കേസ്? ഈ അധികാരിയുടെയും കൈക്കോറി കുത്തിത്തിരിപ്പാന്ന്. പക്ഷെ അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. നമ്മളെ നാട്ടുകാരങ്ങോട്ട് ഇറങ്ങിയാ പിന്നെ ഈ ജാതി കുതന്ത്രങ്ങളൊന്നും നടക്കൂല. എന്റെ ദാമൂട്ട, നിങ്ങൾ നോക്കിയോ. അനന്തം മാഷ് അടക്കമുള്ള സഖാക്കൾക്കെതിരെ അധികാരിയും ജന്മിയും കള്ളക്കേസുകൾ ഉണ്ടാക്കി. എന്തും കാട്ടിക്കൂട്ടാൻ സ്വാതന്ത്ര്യമുള്ള ജന്മികളും എന്തും സഹിക്കാൻ വിധിക്കപ്പെട്ട നാട്ടുകാരുമായിരുന്നു അന്ന് ഉത്തര കേരളം മുഴുവൻ. ജന്മിമാരുടെയും അധികാരവർഗത്തിന്റെയും ക്രൂരതകൾക്കെതിരെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ആദ്യമായി മുന്നിട്ടിറങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായിരുന്നു. കൈക്കോറേ,
എന്താ? ഓക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് പണിക്ക് വരാൻ. ഒക്കെ ആടെ പറഞ്ഞാ മതി. ഓ, ആവലാജൊന്നും ഈടെ വേണ്ട, പോട്. മക്കള് 2 ദിവസമായി കഞ്ഞീന്റെ വെള്ളം കുടിച്ചിട്ട്. കഴിഞ്ഞ ആഴ്ചത്തെ കൂലി കിട്ടിയ. ഓഹോ, കൂലി ചോദിക്കാൻ വന്നതാന്ന് അല്ലേ? തരാടാ. നീ കൂലി ചോദിക്കുമല്ലടാ. നിന്റെ ഒരു കുങ്കൃതി. എനക്ക് സഹിക്കാൻ പറ്റുന്നില്ല മീനാക്ഷി. എന്തെന്നാ ഇപ്പൊ ആ ദാമോട്ടൻ ചെയ്ത തെറ്റ്? പണിയെടുത്തതിന്റെ കൂലി ചോദിച്ചതിനാണ് ആ പാവത്തിന്റെ പുറം തല്ലിപ്പൊളിച്ചത്. നീ കണ്ടു അയാളെ? ഒരു ലേശം തൊലി പോലും ഇല്ല പുറത്ത്. നിങ്ങളിപ്പോ നമ്പ്യാരുടെ കൂടെ വഴക്കിനൊന്നും പോണ്ട. മാഷേ, എന്നാ കുഞ്ഞിരാട്ടാ? തമ്പുരാന്റെ 10 പേരെ നെല്ലിൽ നിന്ന് മോന്തിക്ക് കടത്തിക്കൊണ്ടുപോകാനാ പരിപാടി. തമ്പുരാന്റെ കാര്യസ്ഥനും കോൽക്കാരൻ ഷാഫിലിന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ്. വണ്ടികൾ നമുക്ക് തടയണം. ഇപ്പൊ നാട്ടുകാരൊന്നും അറിയണ്ട, നെല്ലെല്ലാം പിടിച്ചെടുത്തതിന് ശേഷം അറിഞ്ഞാ മതി. നിനക്ക് വിഷമായ മീനാക്ഷി? ഈ മാല തരുന്നതില് എനിക്കൊരു വിഷമമില്ല. നിങ്ങൾ പോന്നതിലാണ് എനിക്ക് പേടി. നീ പേടിക്കാൻ പാടില്ല മീനാക്ഷി, എനിക്ക് പോയേ പറ്റൂ. ചെറിയ മക്കള് വിശന്ന് കരയുന്നത് കണ്ടിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ഞാനും ഇതും. എനക്കൊന്നും പറ്റൂല മീനാക്ഷി. പട്ടിണി കിടന്ന മക്കൾക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് ഞാൻ ചെല്ലട്ടെ. ആ വണ്ടികൾ നിർത്ത്. നാട്ടുകാര് പട്ടിണി കിടന്ന് ചാവുവാന്ന്. ഈടുത്ത നെല്ല് പുറമേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഞാളിത് നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കാൻ പോവാന്ന്. തമ്പുരാന്റെ നെല്ല് ഏടെ കൊണ്ടുപോകണ്ടെന്ന് ഞാള് തീരുമാനിച്ചോളാം. നിങ്ങൾ വഴിമാറ്. നിന്റെ പേരെന്തെന്നാ? കാണാരൻ. സമയം കളയണ്ട, നെല്ല് പുറത്തെടുക്ക്. ആ പോയി ആനന്ദമാഷം കൂട്ടരും. എന്റെ ദൈവമേ, നമ്പ്യാരെ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വരി. വന്ന് വന്ന് എന്ത് തോന്നിയാസം കാണിക്കാനായി? സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ സ്വാതന്ത്ര്യം. നമ്പ്യാര് ബഹളം വെക്കണ്ട, ഞാള് തോന്നിയാസം കാണിക്കാൻ വന്നല്ല. തമ്പുരാൻ എന്നാ വിളിച്ചേ? എടോ മാഷേ, ഈടെ വന്ന് അതിക്രമം കാണിച്ചാ ഞാൻ പോലീസിനെ വിളിക്കും. ഇന്നലെ നീയൊക്കെ ചേർന്ന് വിഷുക്കാഴ്ചയായിട്ട് വന്ന കുടിയന്മാരെ പേടിപ്പിച്ച് മടക്കി അയച്ചു. ഇന്നിപ്പോ എന്തിനുള്ള ഭാവ? കാളവണ്ടിയിൽ നിങ്ങൾ പുറത്തേക്ക് അയച്ച നെല്ല് ഞാള് പിടിച്ചെടുത്ത് നാട്ടുകാർക്ക് വീതിച്ചു കൊടുത്തു. അപ്പോ അതിന്റെ വിജയാഹ്ലാദമായിരിക്കും ഇപ്പൊ ഈ കാണിക്കുന്നത്. അതൊന്നുമല്ല, നാട്ടുകാർക്ക് നെല്ല് തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പത്തായത്തിലുള്ള നെല്ലും കൂടെ ഞങ്ങൾക്ക് വേണം. എന്റെ പത്തായത്തിലുള്ള നെല്ല് നാട്ടുകാർക്ക് ധർമ്മം കൊടുക്കാനുള്ളതല്ല. ധർമ്മമായിട്ടല്ല, വില വാങ്ങിയിട്ട്. നമ്പ്യാരാ താക്കോലിക്ക് വന്നാ മതി. നിങ്ങളെ പെണ്ണുങ്ങളോടൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറയും. ഞാളോരോ ഉപദ്രവിക്കാൻ വന്നൊന്നല്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്നാ വേണ്ടത്? നെല്ലറേന്റെ താക്കോല് എടുത്തു കൊടുക്കണോ മോശക്കോടാ? ആ, ഞാക്കാരുടെ ഓശാരം ഒന്നും വേണ്ട. ഇത് പണയായിട്ട് വെച്ചോളി. നെല്ലിന്റെ ന്യായവില കൊണ്ടുവന്ന് തരുമ്പോ മടക്കി തന്നാ മതി. ആരാണ്? ഈശ്വരന്മാരെ,
അയാൾ എന്തെന്നാ തിരിച്ചു ചെയ്യാന്നറിയില്ല. എന്റെ അമ്മേ, അയാളും അധികാരിയും ഒത്ത എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടും. നിങ്ങളെ സൂക്ഷിക്കണം. സൂക്ഷിക്കാനൊന്നുമില്ല. അയാളുടെ മുമ്പിൽ കൂടെ തന്നെ ജാഥ പോവും. നീ വേണമെങ്കിൽ വന്ന് കണ്ടോ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കോൺഗ്രസ് ഭരണം മർദ്ദക ഭരണം, കോൺഗ്രസ് ഭരണം മർദ്ദക ഭരണം, നെഹ്റു ഭരണം മൂർദാബാദ്, നെഹ്റു ഭരണം മൂർദാബാദ്, കോൺഗ്രസ് ഭരണം തുലയട്ടെ, കോൺഗ്രസ് ഭരണം തുലയട്ടെ, കോൺഗ്രസ് ഭരണം മർദ്ദക ഭരണം, മർദ്ദക ഭരണം മൂർദാബാദ്, സഖാവ് കൃഷ്ണപിള്ള, സഖാവ് AKG, സഖാവ് AKG, കോൺഗ്രസ് ഭരണം മർദ്ദക ഭരണം, കോൺഗ്രസ് ഭരണം മർദ്ദക ഭരണം, മർദ്ദക ഭരണം മൂർദാബാദ്, നെഹ്റു ഭരണം മൂർദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ്. ജാഥക്കാർക്ക് വെടിയേറ്റിനും പോലും അനന്ത നമ്പ്യാരും മരിച്ചു. നടക്ക് നടക്ക. അന്ന് വഴിവക്കിൽ അനന്തം മാഷിന്റെ മരണവാർത്ത അറിഞ്ഞ് അന്തിച്ചു നിന്ന ആ സ്ത്രീയുടെ വയറ്റില് ഞാനുണ്ടായിരുന്നു. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി വെടിയേറ്റ് വീണ അനന്തം മാഷിന്റെ മോളാണ് ഞാൻ. അമ്മേ, അമ്മേ, വാ അമ്മേ, പോവാം. പോരെ ക്വാളിഫിക്കേഷൻ? മതി അമ്മേ, അമ്മ വാ, നമുക്ക് പോവാം. ഈ മുറ്റത്ത് നാരിയോ വെട്ടിക്കൊല്ലുന്നത് ഞാൻ കണ്ടതാണ്. 800 നിർമ്മല, തന്റെ കാര്യം ഞാൻ ഇപ്പൊ ഇങ്ങ് ആലോചിച്ചതേ ഉള്ളൂ. എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? അപകടത്തിലൊന്നുമില്ലല്ലോ? അമ്മക്കൊരു ബോധമില്ല സാർ. എന്തെല്ലോ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ അടുത്തൊരു ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. കൊച്ചു കരയാതെ. അമ്മയെ നമുക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാം ചികിത്സയ്ക്ക്. കൊച്ചുവാ, ഇങ്ങനെ കരഞ്ഞു കലങ്ങിയിട്ട് മുറിയിലോട്ട് കയറി ചെല്ലണ്ട. ഗസ്റ്റ് ഹൗസിൽ പോയി മുഖമൊക്കെ കഴിയേച്ചും പോവാം. എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നേച്ചും പോകച്ചേ. കേറി വാ.
ആ ദേ കൊച്ചേ, അവിടെ ആ ബാത്റൂം പോയൊന്ന് ഫ്രഷ് ആവ്. എന്നിട്ട് ദേ ഈ കിച്ചണിൽ പോയി അസലായിട്ടൊരു ചായ ഉണ്ടാക്കി. ഫ്രഷ് ആവുന്ന വേണ്ട സർ, ചായ ഉണ്ടാക്കാം. ഓ ചായപ്പൊടിയെല്ലാം കിട്ടിയ വെച്ചേ. ആ ഹലോ. ആ ചെറിയാച്ചാ, ഇന്ന് കാണാൻ ഒക്കത്തില്ല കേട്ടോ. നാളെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. രാത്രിയാവട്ടെ, ഇച്ചിരി നേരം കൊച്ചിന്റെ കൂടെ കഴിഞ്ഞേച്ച് ഞാൻ മുറി കൊണ്ടുവിടാം. ഒന്നും പേടിക്കാനില്ലെന്നേ, സമാധാനമായിട്ടിരിക്കേ. പ്രിയപ്പെട്ട രാജേഷേട്ടന്
എന്തെങ്കിലും ഉണ്ടോ? അയ്യോ ചോര. ദേ, ഇവിടെ കിടന്നു. ഓസി, വാ. 1948 ചേർത്തലയിൽ നടന്നതായി സംഭവം. ചേർത്തലയില് 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 ചേച്ചി ഇപ്പോഴും ഉറക്കാണോ? എന്നാലും എന്നാ ഉറക്കാ ചേച്ചി ഇത്? ഇന്നലെ ഇവിടെ നടന്നത് വല്ലതും ചേച്ചി അറിഞ്ഞോ? എന്നാ പറ്റി? ഇന്നലെ രാത്രിയിൽ അപ്പച്ചനെ പട്ടി കടിച്ചു. എന്നാ ബഹളമായിരുന്നു രാത്രിയില്. ആശുപത്രി പോക്കും കുത്തിവെക്കലും ഡ്രസ് ചെയ്യലും. എന്നിട്ട് അപ്പച്ചൻ എന്തേ? അപ്പച്ചൻ ദേ അവിടെ വരാന്തേ കിടപ്പുണ്ട്. അപ്പച്ച, അപ്പച്ചനെ ഇന്നലെ എപ്പോഴാ പട്ടി കടിച്ചേ? ഇന്നലെ രാത്രിയില്. അപ്പച്ചനെ പട്ടി കടിച്ചതല്ല, എനിക്കറിയാം. അപ്പച്ചനെ പട്ടി കടിച്ചതല്ല, എനിക്കറിയാം. എന്നതാ പെണ്ണെ നീ പൊലമ്പുന്നേ? അപ്പച്ചനെ ആ പെങ്കൊച്ച് കടിച്ചതാ. എന്നെ ഭ്രാന്തമുള്ള നീ പറയുന്നത്? അതെ അമ്മച്ചി, അപ്പച്ചനെ ആ പെങ്കൊച്ച് കടിച്ചതാ. ജീവൻ പോകുന്നായപ്പോ അവള് കയറി കടിച്ചു. മോളിങ് വാ, മോളിങ് വന്നേ. ആവുന്ന വരെയും ഒരു മുടങ്ങത്തില്ല. അപ്പച്ചൻ നോക്കിക്കോ. അപ്പച്ചന്റെ മോൾ ആൻസിയായി പറയുന്നത്. റെഡി? ഓക്കെ ഓക്കെ, റെഡി. ഞങ്ങളിപ്പോൾ കാസർഗോട്ടെ സ്വർഗ എന്ന സ്ഥലത്തുള്ള കശുമാവൻ തോട്ടത്തിലാണ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനി മൂലം ജീവിതം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ നൊമ്പരങ്ങളിലേക്ക്. ഇക്ക, ഇത് ടൂറിസ്റ്റുകാരെ കാണിക്കാൻ പറ്റിയ സ്ഥലമല്ലല്ലോ, പിന്നെന്താ ഈ വഴിക്ക്? വെറുതെ നിന്നെ ഒന്ന് കാണാമെന്നതാ പെണ്ണെ. ക്യാമറ അവിടെ. ഓക്കെ. വാപ്പയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. നിന്നെ അഷ്റഫ് വിളിച്ചിരുന്നു? എന്താണെന്ന് അറിയില്ല, ഒരുപാട് ദിവസമായി വിളിച്ചിട്ട്. എന്നെ വിളിച്ചിരുന്നു. ആഹാ, എന്താ വിശേഷം? നീ പണി വിടണമെന്നാ പറയണേ. ആര്? അഷ്റഫ്. അല്ല, അഷ്റഫിന്റെ വാപ്പ. അഷ്റഫ്ക്ക് എന്താ പറയുന്നേ? അവനും അത് തന്നെയാ പറയണേ. എന്ത്? നീ പണി വിടണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവന് നിന്നെ മൊഴി ചൊല്ലേണ്ടി വരും. അഷ്റഫ് അങ്ങനെ പറഞ്ഞു?
ഒന്നും പറഞ്ഞില്ല. അയാൾ മൊഴി ചൊല്ലട്ടെ. എനിക്ക് പിടിപ്പത് പണിയുണ്ട്. ഡിജിറ്റൽ ക്യാമറ പോയി. എന്താ സതി, സ്വപ്നം കണ്ടതാ? സ്വപ്നം, ഒരു വല്ലാത്ത സ്വപ്നം. ഏയ്, എന്താ കുട്ടിയത്? സ്വപ്നം കണ്ടിട്ട് കരയാ? പാവം, 6 പട്ടാളക്കാർ മുങ്ങി മരിച്ചു. എവിടെ? പഞ്ചാബിൽ. ജീപ്പ് പുഴവെള്ളത്തിലേക്ക് മറിഞ്ഞതാ. കൂട്ടത്തിലൊരു മലയാളിയും. സതി, എന്നാ പറ്റി സതി? സതിയുടെ ആരെയിലാണോ മരിച്ചത്? എന്റെ ആരുമല്ല. ഇന്ന് 6 ഇന്ത്യൻ ഭടന്മാരാണ് കൃത്യനിർവഹണത്തിനിടയിൽ മരണം വരിച്ചത്. അവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് 1 മിനിറ്റ് മൗനമായി പ്രാർത്ഥിക്കാം. ഈ 1 മിനിറ്റെങ്കിലും നമ്മളെല്ലാവരും ഇന്ത്യക്കാരായിരുന്നു. जय
ഞാൻ നടക്കേ കോശി സാറല്ലേ? അതെ. ആനി ജോസഫിന്റെ? അതെ, ആനി ജോസഫിന്റെ ഭർത്താവ് ഫ്രാൻസിസ് കുരുവിളയുടെ അപ്പൻ. സാർ, ഞങ്ങൾ ആനി ജോസഫിന്റെ നാട്ടിൽ നിന്നാണ്. ഞാൻ അവളെ പഠിപ്പിച്ച സ്പോർട്സ് മാസ്റ്ററാണ്. ഞാൻ സ്പോർട്സ് കൗൺസിലിൽ നിന്നാ. ഞങ്ങൾക്ക് ആ കുട്ടി ഒന്ന് കാണണമായിരുന്നു. പോവാം, വീട്ടിലേക്ക് പോവാം. വരൂ. ആ കുട്ടി ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ്. ആനിമോളെ, എന്നതാ പച്ച? ഇതെന്താ കൊച്ചേ? ഇതെന്നാ കോലം? നിനക്കിത് എന്നാ പറ്റി? കുളിക്കുകയോ മറ്റും ചെയ്യാതെ? രാത്രിയിൽ പുള്ളിക്കാരൻ്റെ കൂടെ അത്താഴത്തിന് 4-5 പേരുണ്ടാവും പറഞ്ഞ പച്ച. ഭക്ഷണം ഉണ്ടാക്കലല്ലേ എന്റെ പണി. ആനിമോളെ, മോളൊന്ന് കയ്യും മുഖമൊക്കെ കഴുകു. മോളെ കാണാൻ നാട്ടിൽ നിന്ന് മോടെ സ്പോർട്സ് മാഷും കോച്ചും ഒക്കെ വന്നിട്ടുണ്ട്. മോളിങ്ങനെ അന്തം വിട്ടണക്ക് നിൽക്കാതെ കയ്യും മുഖമൊക്കെ കഴുകി ഇച്ചിരി കാപ്പി അനത്ത് ചെല്ല്. സാറ് തെറ്റിദ്ധരിക്കരുത്. ആനി എങ്ങനെ വീട്ടിൽ തളച്ചിടുന്നത് വലിയ പാപമാണ് കേട്ടോ. വലിയ ഭാവിയുള്ള കുട്ടിയാ. നിങ്ങൾ അവിടെ പ്രാക്ടീസ് മുടക്കരുത്. മോർണിംഗ് വാ. ആ ആനി, നിനക്ക് സ്പോർട്സ് കൗൺസിലിന്റെ സ്കോളർഷിപ്പ് പാസ്സായിട്ടുണ്ട്. ആനിയുടെ പ്രാക്ടീസിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു തരും. ആനി നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. കോശി സാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുപാട് കഴിവുകളും സാധ്യതകളും ഉള്ള കുട്ടിയാണ് ആനി. അവളുടെ ഭാവിക്ക് തടസ്സമാകുന്നത് അവളുടെ ഭർത്താവാണെങ്കിൽ പോലും അത് ന്യായമല്ല. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ എളുപ്പമായിരുന്നു. എന്നതാ കാര്യം? ഞാൻ ആനിയുടെ സ്പോർട്സ് ഇൻസ്ട്രക്ടർ ആയിരുന്നു. ഓഹോ, ഞാൻ ആനിയുടെ നാട്ടിലെ സ്പോർട്സ് കൗൺസിൽ പ്രതിനിധിയാണ്. പ്രതിനിധി? ഞങ്ങൾ പോട്ടെ. ഞാനും പൊക്കോട്ടെ. നിക്ക്, അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവത്തില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ കൊച്ചിനെ എടിയേ ഇങ്ങോട്ട് ഇറങ്ങി പാടി. ഭക്ഷണമൊക്കെ തയ്യാറായോ? ആയിക്കൊണ്ടിരിക്കുക. പോയി വേഗം തയ്യാറാക്ക. 7 മണിക്ക് അവരിഞ്ഞെത്തും. എനിക്കേ ഏറ്റവും വേണ്ടപ്പെട്ടവരാ. കച്ചവടം ചെയ്തിട്ട് വേണ്ട ഉണ്ടാക്കാൻ. പോ. ഞാനേ ഇവളെ മോഹിച്ച് കെട്ടിയതാ. എങ്ങനെയാന്ന് വെച്ചാ
ഇവളുടെ ചേട്ടൻ തൂങ്ങിച്ചാവാനിരുന്നതാ. ചോദിച്ചു നോക്ക്. അയാൾക്കടെ കടവും പലിശയും. പലിശ ഞാൻ മറക്കുകയല്ല, ഞാൻ പലിശക്കാരനാ. സകല കടവും തീർത്തു കൊടുത്തേച്ച് പുള്ളിക്കാരന് പുതിയ കച്ചവടം ഏർപ്പാടാക്കി. 10 പൈസ സ്ത്രീധനം വാങ്ങിക്കാതെ. എന്നാത്തിനാ? ഇവിടെ സ്വന്തമാക്കാൻ. അപ്പച്ചനറിയാം, അപ്പച്ചൻ ചുമ്മാ അഭിനയിക്കുക. അമ്മച്ചി മരിച്ചേ പിന്നെ വായക്ക് രുചിയായിട്ട് അപ്പച്ചൻ വല്ലതും കഴിക്കുന്നത് ഇപ്പോഴാ. അതറിയാവോ? അതുകൊണ്ട് ഇവളെ കാലും കാണിച്ച് നിങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിടാൻ എനിക്ക് മനസ്സില്ല. ഞാനിവിടെ കെട്ടിയതേ 2 കാര്യത്തിനാണ്. ഞങ്ങൾക്ക് വെച്ചു വിളമ്പാനും രാത്രി എന്റെ കൂട്ടിനും. ലോങ് ജമ്പും ഹൈ ജമ്പും ഒക്കെ ഞങ്ങൾ തമ്മിൽ ചാടിക്കണം. സാറന്മാരങ്ങ് പോയാട്ടെ. ഫ്രാൻസി, അപ്പച്ചൻ. ഓ, ഇവക്കടെ PT മാഷുണ്ടല്ലോ, പിന്നെ കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി വന്ന തുടക്കം മുതലേ അസ്തപ്രജ്ഞ. ഇനി അവർ രണ്ടുപേരും ഈ ഏരിയയിലോട്ടേ വരത്തില്ല. കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാണോടാ ഈ ചാട്ടവും ഓട്ടൊക്കെ? Thank you. എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷം. ഈ ഒരു നിമിഷത്തിന് വേണ്ടി, ഇതിനു വേണ്ടി